Arise, 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 ask of you, one thing that we desire, that as we worship you, Lord, come and change our lives. Arise, 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 take your place, be enthroned on our praise. Arise, King of Kings, Holy God, as we sing. Arise, arise, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹോപ്പ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കേൾക്കാൻ പോകുന്ന തിരുവെഴുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ടി വി സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ തിരുവെഴുത്ത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്കുള്ള സന്ദേശമായിരിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമായിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഞാൻ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരുവെഴുത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നിങ്ങൾ ഇരിക്കുന്നിടത്ത് വ്യാപരിച്ചിട്ട് അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു തലം ഓപ്പണാകുമെന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് ചെല്ലാം. ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. കയ്യുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിന്നെയും എന്നോട് പറഞ്ഞു, ഒരു സഹോദരിയെ കരയിപ്പിച്ചുകൊണ്ട് ഒരു യാത്ര പോവുക. എന്നിട്ട് കാര്യം പറഞ്ഞിട്ട് ഈ വേദഭാഗത്തിലേക്ക് വരാം. നയീൻ പട്ടണത്തിൽ ഒരു വിലാപയാത്ര. ഭയങ്കര സങ്കടമാകട്ടോ. ഈ ചെറുപ്പക്കാരിയായ സഹോദരി ഇന്ന് ഭയങ്കരമായിട്ട് ആലമുറയിട്ട് കരയുകയാണ്. ഇതിനു മുമ്പ് ഒരിക്കൽ അവൾ കരഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് അവൾ നിലവിളിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? അവിടെ ഭർത്താവ് മരിച്ചപ്പോഴത്തേക്കിന് കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ആളുകൾ ശവമഞ്ചത്തിലേക്ക് എടുത്ത് അതിനെ കൊണ്ടുപോയി. ഇസ്രായേലിൽ ഒരു ശവമഞ്ചം എടുത്ത് യാത്ര ആരംഭിച്ചാൽ ചെന്ന് നിൽക്കുന്നത് കല്ലറയിലാണ്. അതിനെ അടക്കിയിട്ടേ ആ ശവമഞ്ച യാത്ര നിൽക്കത്തുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുത്താൻ തുടങ്ങി. കേട്ടോണം കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യവും ആ വീട്ടിൽ കരച്ചില്ല. അന്ന് ഭർത്താവിനെ കൊണ്ടുപോയത് ഇപ്പം മോനെയാണ് കൊണ്ടുപോയിക്കുന്നത്. മോനെ എടുത്തുകൊണ്ട് പോയപ്പോൾ അവൾ ശക്തിയോടെ കരയാൻ തുടങ്ങി. കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് കരയുകയാ. എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അന്നില്ലാത്ത ആൾ ഇന്നുണ്ടായിരുന്നു. അന്ന് വെളിപ്പെടാഞ്ഞയാൾ ഇന്നുണ്ടായിരുന്നു. അന്ന് കരഞ്ഞപ്പോൾ കൂടെ കരയാൻ ആളുണ്ടായിരുന്നു, പക്ഷെ അത്ഭുതം ചെയ്യുന്ന ആളില്ലായിരുന്നു. അന്ന് കരഞ്ഞപ്പോൾ കൂടെ കരയാനും കൂടെ പാടാനും ആളുണ്ടായിരുന്നു, അത്ഭുതം ചെയ്യുന്ന ആളില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കരച്ചിലിന് മറുപടി പറയാൻ ഒരാളുണ്ട്. കയ്യുയർത്തി ഹല്ലേലൂയ പറയാവോ? അങ്ങോട്ട് വിലാപയാത്ര അങ്ങോട്ട് ചെല്ലുമ്പോഴാണ്ടാ ഒരു യാത്ര ഇങ്ങോട്ട് വരിക. പുത്രൻ അതിനെ കണ്ടു. വേദനിക്കുന്നവൾ കൂടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, വേദനിക്കുന്നവൾ ഒപ്പം നടക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ വീട്ടിലായിരിക്കുക. പക്ഷെ വീട്ടിലിരുന്ന് കരയുവിടുന്നവിടെ വേദന കണ്ടിട്ട് പുത്രൻ പറയുകയാ. എന്താ പറഞ്ഞെന്നറിയോ? വിലാപയാത്രയിൽ നോക്കിക്കൊണ്ട് മഞ്ചം ചുമക്കുന്നവരോട് പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിലാപയാത്ര വീട്ടിൽ നിന്ന് തുടങ്ങിയാൽ ശവസംസ്കാര സ്ഥലത്തെ നിൽക്കത്തുള്ളൂ, ഇടയ്ക്ക് നിൽക്കത്തില്ല. പക്ഷെ പുത്രൻ പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. മഞ്ചം ചുമക്കുന്നവർ നിന്നെന്ന വേദപുസ്തകം പറയുന്ന അടുത്ത പ്രയോഗം, പുത്രൻ കയറി മഞ്ചത്തെ തൊട്ടു. ശവത്തെ തൊട്ടില്ല. നിയമം തെറ്റിക്കുന്ന അത്ഭുതമല്ല കർത്താവ് ചെയ്തത്. ലേവ്യ നിയമപ്രകാരമുള്ള ഒരു അത്ഭുതം.
സ്വതന്ത്രം പറഞ്ഞാട്ടെ. ശവത്തെ തൊട്ടാൽ അവൻ അശുദ്ധനാന്ന നിയമം കിടക്കുന്നത്. ശവത്തെ തൊട്ടില്ല, ശവമഞ്ചത്തെ തൊട്ടു. രണ്ട് കാര്യം ഞാൻ പറയാം. പുത്രൻ പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു, പുത്രൻ കയറി തൊട്ടു. രണ്ടുകൂടി ചേർത്ത് പഠിച്ചാൽ ശബ്ദവും പുറപ്പെട്ടു, കയ്യും പുറപ്പെട്ടു. കൈയോടെ ഹാലേ പറഞ്ഞാട്ടെ. പുത്രന്റെ ശബ്ദവും പുത്രന്റെ കയ്യും പുറപ്പെട്ടാൽ അത്ഭുതമാ. വിശ്വസിക്കുന്നവരുണ്ട്? ശക്തിയോടെ ഹാലേ പറ. ഇന്ന് ഈ ആരാധനാലയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന വ്യസനമുള്ള നിന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാ, ശബ്ദം കേൾപ്പിച്ച് സന്തോഷിച്ചു വിടുന്ന പരിപാടി അല്ലിവിടെ. ശബ്ദം വന്നിട്ടുണ്ട്. കൈയുടെ ഒരു പെരുമാറ്റം കൂടെ, കൈയുടെ ഒരു തലോടലും കൂടെ നിന്റെ മേലേക്ക് ദൈവാത്മാവ് അയക്കാൻ പറയാ. അഭിഷേകത്തെ ജയം വ്യാപരിക്കട്ടെ. കർത്താവിനോട് ഒരു ചോദ്യം. കർത്താവേ, ചത്തത് ഈ പയ്യനാ, തൊട്ടത് മഞ്ചത്തല. അതായത് കരഞ്ഞ വിഷയത്തെ അല്ല തൊട്ടത്, ചുമന്നോണ്ട് പോകുന്ന വിഷയത്തെയാ തൊട്ടത്. ജയം വ്യാപരിക്കട്ടെ. കർത്താവിന്റെ മറുപടി, തൊടേണ്ടത് ഏതാന്ന് എനിക്കറിയാം, അതേ തൊട്ടാൽ ചലിക്കാത്തതോ ചലിക്കാൻ തുടങ്ങോ. ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തിയോടെ പറയുന്നു, നീ കരയുന്ന വിഷയത്തെ ആരിക്കത്തില്ല, നിന്നെ കരയിപ്പിക്കുന്ന കാരണത്തെ. വർഷങ്ങളായി ഭവനത്തിന്റെ അകത്തളത്തിൽ ഇരുൾ മൂടിയ മറയ്ക്കകത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ശ്രോതാക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നതൊക്കെ കർത്താവ് തൊടാൻ പോകുക, ഇന്നതൊക്കെ കർത്താവ് തൊടാൻ പോകുക. വിശ്വസിക്കുന്നവർ കർത്താവിനെ ഇന്ന് പകൽ ആരാധിക്കട്ടെ. അസാധാരണമായ ചില ദൂതിന്റെ വെളിപ്പെടുത്തലുകൾ ഇതിനകത്ത് പുതുതായി ഇരിപ്പുണ്ട്. ഇതിനകത്ത് ആരോടും പറയാതെ കരയുന്നവരിപ്പുണ്ട്. ദൈവാത്മാവ് ഇന്ന് പകൽ ഇങ്ങനെ പറയാൻ നിർബന്ധിക്കുന്നു, എന്നും എനിക്ക് കരച്ചിലേ ഉള്ളൂ, എന്റെ വീടിനകത്ത് ഒരു കരച്ചിലും മാറിയതേ ഉള്ളൂ, അടുത്തത് പൊങ്ങി വരുന്നു. കർത്താവ് പറയുന്നു, ഇതുവരെ കാരണം മാറിയിട്ടില്ല, കാരണം മാറിയിട്ടില്ല. കരച്ചിലിന്റെ കാരണത്തെ ആത്മാവ് കയറി തൊടുകയോ. വിശ്വസിക്കുന്നവർ ഇന്ന് മക ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. കടുത്ത സാമ്പത്തിക ഞെരുക്കം മാറാനാണ് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കടുത്ത വീടിനകത്ത് കടുത്ത ബുദ്ധിമുട്ട് മാറാനാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. തലമുറയ്ക്കൊരു വിടുതൽ വേണം, അതിനുവേണ്ടി പേര് പറഞ്ഞാ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, തൊടുന്നത് ഞെരുക്കത്തെ ഒന്നും അല്ല, തൊടുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടത്തെ അല്ല, തൊടുന്നത് തലമുറനെ അല്ല. എവിടെ തൊട്ടാൽ അതിന് വിടുതലാകുമോ അതിനെ കയറി ദൈവം തൊടാൻ പോകുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എവിടെ തൊട്ടാൽ നിനക്ക് വിടുതൽ വേണോ അതിനെ കയറി ദൈവം തൊടുകയോ. പരിശുദ്ധാത്മാവ് എന്നോട് പിന്നെ ഇടപെട്ടു. പയ്യൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചപ്പോ ആ വീട് ഇന്നലെ വരെ പറഞ്ഞ എന്നാന്നറിയോ, ശാപമാകട്ടോ. ഇന്നലെ ഭർത്താവ് പോയി, ഇപ്പം മോനും പോയി, ഇനി അടുത്തതുണ്ട് പോക്ക. കാര്യം എന്നാ, ശാപമാ വീട്ടിൽ വാഴുന്നത്. നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ, അയൽവാസികൾ, ബന്ധുക്കൾ എല്ലാം പറയുക ശാപമാ വീട്ടില്. ആ വീട്ടിൽ കാലുകുത്തിയ ശാപമാ. കർത്താവ് തൊട്ടു, വാക്ക് കൽപ്പിച്ചു, അവന്റെ വിരല് തൊട്ടപ്പോൾ ശാപം പൊട്ടി. ആ വീടിനെ പറ്റി ഇപ്പൊ എല്ലാരും പറയുന്നത്, ഇത് അത്ഭുതത്തിന്റെ വീടാ, ഇത് അത്ഭുതത്തിന്റെ ഭവനമാ, ഇത് അത്ഭുതം നടന്ന വീടാ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടോണ്ടിരിക്കുന്നവരോട് ഞാൻ പിന്നെയും പറയുകയാ, നിന്റെ വീട് ഒരു ശാപമാന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിന്റെ വീടിനെ ദൈവം ഒരു അടയാളമാക്കാൻ പോകുകയാ. നിന്റെ കുടുംബം ഒരു ശാപമാന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിന്റെ വീടിനെ ദൈവം ഒരു അത്ഭുതമാക്കാൻ പോകുകയാ. കയ്യുയർത്തി ഹല്ലേലൂയ പറ. യേശുവിന്റെ രക്തം ജയമെടുക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, നയീൻ പട്ടണത്തിൽ കോടീശ്വരന്റെ പേരിൽ അല്ല ഇനി പട്ടണം അറിയുന്നത്. സ്വതന്ത്രം പറയാൻ പറ്റുന്നവരുണ്ടേ പറ. നയീൻ പട്ടണത്തിൽ ഒരു MLA ഉണ്ടെങ്കിൽ അയാളുടെ പേരിൽ അല്ലിനി ആ പട്ടണം അറിയുന്നത്. യേശു തൊട്ട വീട് നിമിത്തമാ ഇനി നയീൻ പട്ടണം അറിയപ്പെടാൻ പോകുന്നത്. നിന്റെ ദേശം, നിന്റെ വീട് നിമിത്തം അവന്റെ കരം വെപ്പിനാൽ പ്രസിദ്ധമാകാൻ പോകയോ. ചിലരെ പരിശുദ്ധാത്മാവ് തൊടുന്നു, ചിലരെ പരിശുദ്ധാത്മാവ് തൊടുന്നു. നിന്റെ ദേശം, നിന്റെ വീട് കൊണ്ട് ദൈവം പ്രസിദ്ധമാക്കാൻ പോകുക.
എത്ര പേർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു? എനിക്കറിയില്ലേ, സന്ദേശ കൈമാറ്റത്തിൽ ഭയങ്കര നിയോഗം വരുന്നു. ദൈവം ചിലരുടെ തലേ കൊണ്ട് ദൂത് വെക്കുക. ഇന്ന് നീ ഒരു പരിഹാസമാ ദേശത്ത്. ഇന്ന് നിന്റെ വീട് മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു പരിഹാസ കഥയോ, പക്ഷെ ദൈവം അതിനെ ഒരു അത്ഭുത കഥയാക്കി മാറ്റാൻ പോകുകയോ. ദൈവം അതിനെ ഒരു അടയാള കഥയാക്കി മാറ്റാൻ പോകുകയോ. അവൻ എന്നെ മണ്ടത്തരവാ കാണിച്ച്, അവൾ എന്നെ മണ്ടത്തരവാ കാണിച്ചത്. അവൾ ഇവിടെ നിന്നാ പോരായിരുന്നോ, അവൻ ഇവിടെ നിന്നാ പോരായിരുന്നോ? കാണിച്ച മണ്ടത്തരമാ ആ വീടിനകത്ത് അനർത്ഥങ്ങൾ പെരുകുന്നത് എന്ന് പറഞ്ഞ് നിന്റെ വീടിനെ ദേശക്കാർ അപമാനിച്ചിട്ടിരിക്കുന്ന അനുഭവത്തിനകത്ത് നിന്ന് ദൈവം നിന്നെ ഒരു അടയാളത്തിലേക്ക് ഇന്ന് പകൽ വലിച്ചു കയറ്റുകയോ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ പിടിച്ചാട്ടെ. ഇത് ദൈവ നിയോഗത്തിനകത്ത് നിന്ന് വരുന്നത്. ഇതെടുക്കാതെ പോകരുത്, ഇതെടുക്കാതെ പോകരുത്, ഇതെടുക്കാതെ പോകരുത്. നിന്റെ ദേശം നിന്റെ പേരിൽ അറിയപ്പെടുന്ന, നിന്റെ ദേശം നിന്റെ കുടുംബത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക വിടുതൽ ദൈവം ഇന്ന് പകൽ കൈമാറുകയോ. വിശ്വസിക്കുന്നവരെ, നിന്റെ വീട് ദൈവം ഒരു അടയാളമാക്കാൻ പോവുക. ജയം വ്യാപരിക്കട്ടെ. നയിൻ പട്ടണം ഇനി നിന്റെ വീട് നിമിത്തം അറിയപ്പെടാൻ പോവുക. വിധവ ഒരിക്കലും ചിന്തിച്ചില്ല, തീർന്നെന്നാ വിചാരിച്ചേ. പക്ഷെ കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് സംസാരിക്കുക. ശക്തിയോടെ ഹാലേ പറ. ഞാനൊന്ന് ഡിക്ലെയർ ചെയ്ത ഒന്നുകൂടി പറയാം. വിലാപയാത്രകളെ മടക്കി വിടുന്ന ഒരു അഭിഷേക കൈമാറ്റം. യോ, ശക്തിയോടെ പിടിക്കാൻ പറ്റുന്നൊരു പിടി. ഇന്നലെ രാത്രി പോസ്റ്റർ ഒട്ടിക്കാൻ പോയപ്പോഴത്തേക്കിന് ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസിനെ നോക്കിക്കൊണ്ട് കൈ നീട്ടി പറഞ്ഞു, പോകണ്ട, സൗഖ്യമായിരിക്കുക. ഏതോ പ്രദേശത്ത് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ നിന്ന് സ്തോത്രം പറഞ്ഞു. പറയാൻ തൻ്റെ ഇടമുള്ളവൻ എഴുന്നേക്കുക. ശക്തിയോടെ ഹാല്യ പറ. ചില വിലാപയാത്രകൾ ഞാൻ പറഞ്ഞത് ഈ പട്ടണത്തിൽ നടക്കും. എനിക്കത് വിശ്വാസമുണ്ട്. നിങ്ങൾ നടന്നു പോകുമ്പോൾ കൂട്ടമാനസാന്തരവും കൂട്ടക്കരച്ചിലുമാണ് നടക്കുന്നതെങ്കിൽ വിലാപയാത്ര തിരിച്ചു വീട്ടിൽ പോകും. യോ, സ്തോത്രം പറ. ശക്തിയോടെ ഹല്ലേലൂയ പറ. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഒരു കൈമാറ്റം? അങ്ങനത്തെ ഒരു ലെവൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കൽപ്പിക്കാതെ ശവങ്ങൾ എഴുന്നേറ്റ് പോകുന്ന ഒരു മണ്ഡലം. ആർക്കെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായി പറയാം. കർത്താവ് കുഞ്ഞിനോട് പറഞ്ഞൊന്നുമില്ല, എഴുന്നേക്കാൻ പറഞ്ഞില്ല. കർത്താവ് നിൽക്കാനേ പറഞ്ഞുള്ളൂ. മഞ്ചം ചുമക്കുന്നവരോട് കർത്താവ് തൊട്ടത് മഞ്ചത്തേലുവാ. ഈ കിടക്കുന്നവനെ നോക്കി ഒന്നും കർത്താവ് പറഞ്ഞില്ല. നിൽക്കാൻ ചുമക്കുന്നവരോടും പറഞ്ഞു. അവരുടെ ദേഹത്തിരിക്കുന്ന സാധനത്തെ തൊട്ടപ്പോൾ ദാണ്ട്ര മരിച്ചവൻ എഴുന്നേറ്റു. ഓ, ജയം വ്യാപരിക്കട്ടെ. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? കൽപ്പിക്കാതെ സാന്നിധ്യം കൊണ്ട് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നവേ അവന് നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുന്നുണ്ട്. കരമുയർത്തി ഹല്ലേലൂയ പറ. ഒന്നുകൂടി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പൗലോസ് എഴുതി വെച്ചിരിക്കുക, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. എഴുതി 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 ഇങ്ങോട്ട് വരിക. ലോകത്തിൻ്റെ താത്വികന്മാർക്ക്, ജ്ഞാനികളുടെ നിറവി നിൽക്കുന്നവന്മാർക്കൊന്നും പിടുത്തം കിട്ടാത്തത്. അയ്യോ, ജയം വ്യാപരിക്കട്ടെ. ജ്ഞാനത്തിൽ അഹങ്കരിച്ചവന് പിടുത്തം കിട്ടാത്ത ഒരു വിഷയത്തെ പൗലോസ് കൈകാര്യം ചെയ്യുക. പറയുന്നത് എന്നാണെന്നറിയാവോ? ദൈവം തന്നെ സ്നേഹിച്ചവർക്ക്. സ്വതന്ത്രം പറഞ്ഞേ. ഇവിടെ പലർക്കും പിടുത്തം കിട്ടാത്തത് ദൈവം നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിനക്ക് പിടുത്തം കിട്ടി. ദൈവം തന്നെ സ്നേഹിച്ചവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ. ഒന്നുകൂടി ഒരു സ്തോത്രം പറഞ്ഞേ. ഇവിടെ നടക്കുന്ന സാധാരണക്കാരനായ എനിക്ക് ഈ വാക്യം പലയാവർത്തി പ്രസംഗിച്ചിട്ട് പിടുത്തം കിട്ടാത്തതാണ്. ഇത്രയും വർഷമായിട്ട് പ്രസംഗിച്ചിട്ട് പിടുത്തം കിട്ടാത്ത വാക്യം ഇത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇതിൻ്റെ അകത്ത് ദൈവം മറച്ചിട്ടിരിക്കുന്ന ഡെപ്ത് എന്താണെന്ന് വായന കൊണ്ടും പഠനം കൊണ്ടും റെഫറൻസ് കൊണ്ടും വിദ്വാൻമാരെഴുതിയ പുസ്തകങ്ങൾ മറിച്ചു നോക്കിയിട്ട് പിടുത്തം കിട്ടാത്ത ഈ സാധനത്തെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് കൊണ്ടാണ്. വ്യക്തം ജയം എടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് പകൽ ഞാൻ വ്യാഖ്യാനിക്കാൻ പോവുക. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ. അപ്പോഴാ പറഞ്ഞത്, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചതിനെ സാത്താൻ തട്ടി. പറഞ്ഞേ. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും. ക്രൈസ്തലോ.
അതിനെ പിന്നെ തട്ടിത്തെറിപ്പിക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ ചോദിച്ചതാ. ഒരു കണ്ണും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ആ വാക്യം സത്യമായിട്ടാണ് എഴുതിയതെങ്കിൽ ഒരുത്തനും കാണാത്തൊരു സാധനം വേദപുസ്തകം മൊത്തം മർമ്മങ്ങളുടെ കൂടാ. പ്രൈസ് ദി ലോർഡ്. മറച്ചിട്ടത് വെളിപ്പെട്ടു വന്നത് കൃപയുടെ അടിസ്ഥാനത്തിലല്ലായിരുന്നു. ഇഷ്ടമുള്ളവന്റെ മേൽ കൃപ വെളിപ്പെട്ടപ്പോൾ വെളിപ്പെടുത്തി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യങ്ങൾ പുറത്തു വന്നേ. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമം എല്ലാവരും കൃപ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ആഭരിക്കട്ടെ. എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്തത് എനിക്കും നിങ്ങൾക്കും വെളിപ്പെട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതാ ഞാൻ പറഞ്ഞത്, അധികം പൊളയണ്ട. ആ വെളിപ്പെട്ട് കിട്ടിയതിനായിട്ട് കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാൽ മതി. പറയാം. ആദ്യത്തെ ഭാഗം വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ, ഇച്ചിരി കയറ്റി വായിച്ചാട്ടെ. 5-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞാൻ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിട്ടില്ല. ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ മറച്ചിട്ടിരുന്ന മർമ്മമായ ആ ജ്ഞാനമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അത് ഈ ലോകത്തിലെ പ്രഭുക്കന്മാർക്ക് പിടുത്തം കിട്ടിയില്ല. എന്നിട്ട് പറയാ, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ സഹോദരൻ? അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. അവർക്ക് അറിവുണ്ടായിരുന്നു. ജ്ഞാനം കുറവായിട്ടല്ല. കൊരിന്ത്യ പട്ടണം ജ്ഞാനത്തിൻ്റെ ഉച്ചകൂടി നിൽക്കുന്ന പട്ടണമാണ്. ഗ്രീക്കുകാർ അവിടെ താമസിക്കുന്നു, റോമാക്കാർ താമസിക്കുന്നു. ഭയങ്കരമായ ജ്ഞാനികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പട്ടണമാണ്. ജ്ഞാന വിശകലനങ്ങൾ, വിശകലന പരമ്പരകൾ, നൃത്തങ്ങൾ, നാടകങ്ങൾ, കൊളോസിയങ്ങൾ, ലോകരാജ്യത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് നമ്മളിവിടെ നടത്തുന്നത് പോലെ, ഇപ്പം എന്ത് പറയുന്നത്, യുവജനോത്സവമൊക്കെ നടക്കുന്നത് പോലെ പ്രത്യേക 7 ദിവസങ്ങളായി 11 ദിവസങ്ങളായി നടക്കുന്ന താർക്കിക ചിന്തകൾ, താർക്കിക കൂട്ടായ്മകൾ നടക്കുന്ന പ്രത്യേക സ്ഥലമാണ് ഈ കൊരിന്ത് എന്ന് പറയുന്ന പട്ടണം. അതുപോലെ ജ്ഞാന വിശകലനം നടക്കുന്ന ആ പട്ടണത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാ, ഈ ജ്ഞാന വിശകലനത്തിനൊന്നും പിടുത്തം കിട്ടിയില്ല. എന്ത് പിടുത്തം കിട്ടിയില്ല? പിടുത്തം കിട്ടാഞ്ഞത് കൊണ്ടാണ് അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശീകരിച്ചത്. അപ്പൊ എന്താ പിടുത്തം കിട്ടാത്തത്? ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയതായ രക്ഷാകരമായ പദ്ധതിയുടെ മൂർത്തിഭാവമായ യേശുവിനെ പറ്റി അറിവ് അവർക്ക് കിട്ടിയില്ല. അവരുടെ അറിവ് കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തൊരു കഥാപാത്രമായിരുന്നു നസ്രേനായ യേശു. അറിവ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആളല്ല കർത്താവ്. ആണോ? വ്യാപരിക്കട്ടെ. ഒന്ന് ഒച്ചേ പറഞ്ഞേ. അറിവുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു അധ്യാപകൻ്റെ കീഴിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ കൂട്ടമായിട്ട് യൂട്യൂബുകളും പ്രസംഗം എല്ലാം കേട്ട് നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ മതി. അറിവ് കിട്ടും. യേശു ആരാ? യേശു സർവശക്തൻ. യേശു ആരാ? എന്തോ പറഞ്ഞേ? സർവ്വവ്യാപി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർവ്വവ്യാപിയാന്ന് പറഞ്ഞു, പക്ഷെ ഇരുട്ടത്തിറങ്ങാൻ പേടിയാ. മിണ്ടുന്നില്ല, കണ്ടോ? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം സർവ്വവ്യാപിയാന്ന് പറഞ്ഞു, ശവക്കോട്ടയിൽ പോകാൻ പേടിയാ. അതിൻ്റെ അർത്ഥം ശവക്കോട്ടെ കർത്താവില്ല, പുറത്ത്. സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉള്ള പഠനമുണ്ട്, പക്ഷെ അത് അനുഭവമല്ല. വ്യക്തം ചെയ്തെടുക്കട്ടെ. ഇവർ ഭയങ്കരമായിട്ട് അറിവുള്ളവരാ, അറിവിൻ്റെ വിശകലനം നടക്കുന്നവരാ. പക്ഷെ അറിവ് കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തുറന്നതിനെ കൊണ്ട് ക്രൂശി കയറ്റിയത്. എന്നിട്ടാ ഈ വിഷയം പ്രതിപാദിക്കുന്നത്. എന്നിട്ട് പറയുകയാ, അത് അവരുടെയും കുഴപ്പമല്ല, ദൈവം തന്നെ സ്നേഹിച്ചവർക്കേ ഇത് വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ, ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷിച്ചു. കർത്താവ് സാധാരണക്കാരനായി എന്നെ സ്നേഹിച്ചത് കൊണ്ടാ യേശു എന്റെ രക്ഷകനാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത്. കാൽവരിയിൽ കർത്താവ് യേശു തകർക്കപ്പെട്ടെന്നൊക്കെ ചുമ്മാ പ്രസംഗിച്ചു വിടുന്നതല്ല, പറഞ്ഞത് അവൻ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഏറ്റവും വലിയ കരുതൽ എന്താന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി മറുപടി പറയാം. നസ്രേനായ, അയ്യോ ശക്തിയോടെ പറ, ജയം വ്യാപരിക്കട്ടെ. ദൈവം തന്റെ കുഞ്ഞിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ കരുതൽ എന്ന് പറയുന്നത് തന്റെ പൊന്നോമന പുത്രനായ നസ്രേനായ യേശുവാ. ഇത് കിട്ടിയിട്ടാ ഇപ്പോഴും നമ്മൾ ഓടി നടക്കുക. ഗ്ലോറി പറഞ്ഞേ. ലോകത്തിലെ ഏറ്റവും വലിയ കരുതലാ, ഒന്നുകൂടി പറ, യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഈ വലിയ കരുതൽ കിട്ടിയിട്ടാ പിന്നെ എന്തോ ചെയ്യുക? മിണ്ടുന്നില്ല. ഞാൻ വ്യാപരിക്കട്ടെ. ലോകത്തിൽ വെച്ച് പിതാവായ ദൈവത്തിന് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കരുതലാണ് നിനക്ക് തന്നേക്കുന്നേ. ഒന്നുകൂടി കര ഉയർത്തിയെന്ന് പറയാവോ? ഹല്ലേലൂയ അല്ല, ആ കൈ ഒന്ന് ഉയർത്തി യേശു എന്ന് പറ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കരുതല നസറനായ യേശു. അത് പലതിൻ്റെ കണ്ണിന് കാണാൻ പറ്റിയില്ല, ചിലതിൻ്റെ ചെവി കൊണ്ട് കേൾക്കാനും പറ്റിയില്ല. പക്ഷേ ദൈവം സ്നേഹിച്ച സാധാരണക്കാരനായി എനിക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. വിശകലനം ചെയ്യാം. അടുത്ത വാക്യം വായിച്ചിട്ട് വിശകലനം ചെയ്യാം. വായിച്ചാട്ടെ. 10 വാക്യം. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? എൻ്റെ ജ്ഞാനത്തിനകത്തിനല്ല എനിക്കിത് പിടുത്തം കിട്ടിയത്, പിന്നെ എൻ്റെ അകത്ത് പകർന്ന ആത്മാവിനകത്ത് നിന്നാണ് എനിക്കിത് പിടുത്തം കിട്ടിയത്. ഈ രണ്ടു പേർക്ക് തമ്മിൽ സ്നേഹം തോന്നിയാൽ, ഇപ്പൊ നമ്മളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. ചെറുക്കനെ കാണാൻ വരികയും, സാധാരണ ചെറുക്കനെ അങ്ങോട്ട് കാണാൻ ചെല്ലും. ദൈവത്തിന് മഹത്വം ആള്. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ടപ്പോഴത്തേക്കിന് ഇരിക്കുന്നവർ പറഞ്ഞു, തന്നെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാൻ പറയും. ഇന്നും ചിലർ പോകാനായിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പോട്ടെ. അപ്പം ഇന്നിപ്പോൾ അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുമ്പോഴത്തേക്കിന് ഇവർ തമ്മിൽ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കിന് ചോദിക്കൂ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലർ പറയത്തില്ല. ഈ പെണ്ണും പറയത്തില്ല, ചെറുക്കനും പറയത്തില്ല. പെട്ടെന്ന് ഒരു ചിരിയും, ഒരു പെൺപിള്ളേരാണെങ്കിൽ ആ കാൽനകം കൊണ്ടൊരു വരയും മുഖം കൊണ്ടൊക്കെ ഉള്ളൊരു ഭാവപ്രകടനങ്ങൾ, ചെറുപ്പക്കാരനാണെങ്കിൽ മാറെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ആ ഭാവപ്രകടനം കാണുമ്പോഴേ അറിയാം മനസ്സിൽ കയറി തട്ടിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വ്യാപരിക്കട്ടെ. ഇതെങ്ങനെയാ പിടുത്തം കിട്ടിയെന്നറിയാവോ? ഇയാൾ പറഞ്ഞില്ല, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ല, പക്ഷേ ഭാവം കൊണ്ട് പിടുത്തം കിട്ടി. ഈ സ്നേഹം തോന്നുന്നിടത്താ പെട്ടെന്ന് കൈമാറ്റം നടക്കും. മനസ്സ് തമ്മിൽ കൈമാറ്റം നടക്കും സ്നേഹം തോന്നിയാ. വ്യാപരിക്കട്ടെ. പക്ഷെ പുത്രൻ എന്നെ സ്നേഹിച്ചപ്പോഴും പുത്രനെ ഞാൻ സ്നേഹിച്ചപ്പോഴോ കൈമാറ്റം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാ ദൈവത്തിന്റെ ആത്മാവ്. കയ്യുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് നമ്മുടെ ഇതിൽ തന്നെ പറയാം. അങ്ങനെ നിങ്ങൾ മനസ്സിലായി, രണ്ട് വ്യക്തികൾ തമ്മിൽ ഇച്ചിരി അധികമായി ഇഷ്ടം തോന്നുകയാണെങ്കിൽ അവരുടെ മനസ്സ് തമ്മിൽ അടുത്തെന്ന് പറയും. അതിനെ ഇച്ചിരിയുടെ ചേർത്ത് പറയാം, ആത്മാവ് തമ്മിൽ എന്തോ ചെയ്തു? അടുത്തു. ദൈവം എന്നെ സ്നേഹിച്ചപ്പോഴത്തേക്കിന് ഞാനും ദൈവം തമ്മിൽ സ്നേഹത്തിൽ ഏർപ്പെട്ടപ്പോൾ ആത്മബന്ധമുണ്ടായി. അതായത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്തിരുന്ന ആത്മാവ് എന്റെ ഹൃദയത്തിനകത്തോട്ട് പകർന്നു. ബോധ്യമാവുന്നുണ്ടോ? അതുവരെ എനിക്ക് പിടുത്തം കിട്ടിയില്ല. എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച കരുതലോ, എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ണ് കാണാത്ത, ഒരു ഹൃദയവും അറിയാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കരുതൽ എന്താന്ന് എനിക്ക് പിടുത്തം കിട്ടാതിരുന്നപ്പോൾ ദൈവം എന്നെ സ്നേഹിച്ചപ്പോൾ ഞാൻ അറിയാത്തൊരു കൈമാറ്റം, ഇച്ചിരി വ്യക്തമാക്കി തരാം. ആത്മാവ് കൊണ്ടുള്ളൊരു കൈമാറ്റം നടന്നപ്പോൾ എൻ്റെ ആത്മാവ് കൊണ്ട് എനിക്ക് പുത്രനെ തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷെ ദൈവസ്നേഹത്തിനകത്ത് നിന്ന് കൈമാറിയ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇവനെ ഞാൻ നിനക്ക് വേണ്ടിയാ കരുതിയത്. കയ്യുയർത്തി ഹല്ലേലൂയ പറ. അപ്പൊ മനസ്സിലായോ? ലോകത്തിന്റെ ജ്ഞാനത്തെ പറ്റി എല്ലാം പറഞ്ഞു വന്നിട്ട് അതിൻ്റെ ഇടയിൽ കയറ്റി എന്തിനാ ഈ ആത്മാവിന് ഇട്ടെന്നറിയാവോ? ഈ ആത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്ന ആത്മാവ്, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെ ആത്മാവ്, ഇത് ബുദ്ധിയുടെ സുബോധത്തിന്റെ ആത്മാവ്, ഇത് കോട്ടകളെ ഇടിക്കുന്ന ആത്മാവ്. ലേഖനങ്ങളിൽ വ്യത്യസ്തങ്ങളാകുന്ന പ്രയോഗങ്ങളിൽ ഒന്ന് ഞാൻ അടർത്തിയെടുക്കാം. ഇത് സുബോധത്തിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവ്. ഈ ആത്മാവ് സ്നേഹത്തിനകത്ത് നിന്ന് ദൈവം എന്റെ അകത്തോട്ട് പകർന്നപ്പോൾ എന്റെ അകത്തേക്ക് എപ്പം ദൈവാത്മാവ് വന്നോ അപ്പൊ എനിക്ക് പിടുത്തം കിട്ടി യേശു എന്ന കരുതലിനെ പറ്റി. അതുവരെ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, കുർബാന നിൽക്കുമായിരുന്നു, അതുവരെ ഞാൻ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു, അതുവരെ ഞാൻ മോസ്കിൽ പോകുമായിരുന്നു, അതുവരെ ഞാൻ പലയിടത്തും പോകുമായിരുന്നു, എവിടെയൊക്കെ കയറണോ അവിടെയെല്ലാം കയറുമായിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് പിടുത്തം കിട്ടാത്തത് ഇന്ന് പിടുത്തം കിട്ടിയതിന്റെ കാര്യം, അവിടെ ഒന്നും പോയപ്പോ കൈമാറാത്ത ഒന്ന് പിതാവ് ഇപ്പൊ എനിക്ക് കൈമാറി തന്നു. അത് അവന്റെ ആത്മാവിനെയാ.
ദൈവാത്മാവിലെ യേശു കർത്താവ് എന്ന ഒരാളെ കൊണ്ട് പറയാൻ പറ്റൂ? ആണോ? അങ്ങനെ വചനം പറയുന്നേ. യേശുവിനെ കർത്താവ് എന്നൊരാൾ പറയുന്നത് ദൈവാത്മാവിലാ. അതിന്റെ അർത്ഥം സ്വയത്തിൽ നല്ലെന്ന്. വ്യാപരിക്കട്ടെ. പിതാവും ഞാനും തമ്മിൽ ഭയങ്കര സ്നേഹബന്ധത്തിലായപ്പോൾ ആത്മാവിന്റെ കൈമാറ്റം നടന്നു. അതാണ് ആ വാക്യത്തിൽ പറയുന്നു. 10ാമത്തെ വാക്യത്തിൽ പറയുന്നു. വാക്യം ഒന്നുകൂടി വായിച്ചേ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ കാര്യവും എല്ലാവർക്കും പിടുത്തം കെട്ടാത്തത്, പലർക്കും മറഞ്ഞു കിടക്കുന്നത്, നിനക്ക് വെളിപ്പെട്ട് കിട്ടിയത് ആത്മാവിന്റെ കൈമാറ്റം ഉള്ളത് കൊണ്ടാണ്. അയ്യോ, സ്വതന്ത്രം പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ സഭയ്ക്കും സഹോദരങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയാം. 24 മണിക്കൂറും ആത്മാവിൽ ജീവിക്കാൻ തയ്യാറായാൽ ഇതുവരെ ആരുടെ മേലും കൈമാറാത്ത രഹസ്യങ്ങൾ ദൈവം നിനക്ക് കൈമാറിക്കൊണ്ടിരിക്കും. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. ലോക ചരിത്രത്തിൽ ഒരു അപ്പോസ്തലന്റെ മേലും കൈമാറാത്ത മർമ്മങ്ങൾ, രഹസ്യങ്ങൾ എന്തുകൊണ്ട് പൗലോസിന് കൈമാറി എന്നൊരു ചോദ്യം ഉണ്ടായാൽ ഒരൊറ്റ മറുപടിയുള്ളൂ: ആർക്കും കൈമാറാത്ത രഹസ്യങ്ങൾ ആ ഭക്തന് കൈമാറാൻ കാര്യോ ആത്മാവുമായിട്ട് 24 മണിക്കൂർ ഇടപാടാ ഈ ദൈവദാസന്. അങ്ങനെയാണെങ്കിൽ വിശ്വാസികളോട് ഞാൻ പറയുന്നു, ഈ ദൈവാത്മാവുമായിട്ട് അഭേദ്യമായൊരു ബന്ധം നിനക്കുണ്ടെങ്കിൽ ആർക്കും കൈമാറാത്ത പിതാവിന്റെ രഹസ്യങ്ങൾ ദൈവം നിനക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയോ. ഒരു വാക്യം വായിച്ചു, അതിന്റെ മുകളും അറിയത്തില്ല, താഴെ അറിയത്തില്ല. ഒരു വാക്യം വായിച്ചു, അതിനെപ്പറ്റി വിശകലനം ചെയ്തു, കുറെ പുസ്തകം വായിച്ചു, കുറെ പേര് കേട്ടു, എന്നിട്ടും പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനെ കർത്താവിനോട് പറയും, കർത്താവേ ഇതെനിക്കൊന്ന് ബോധ്യമാക്കി തരണം. ചുമ്മാ വായിച്ചതോ. പരിശുദ്ധാത്മാവ് ഇറങ്ങി അങ്ങോട്ട് നിന്നു, പഠിപ്പിക്കാൻ തുടങ്ങി. പലരും പറഞ്ഞു കൊടുക്കാത്തത് ഇപ്പം നിന്റെ തലമണ്ടയ്ക്കകത്ത് വെളിപ്പെട്ടു. ബോധ്യമാകുന്നുണ്ടോ? എങ്ങനെ വെളിപ്പെട്ടെന്ന് ചോദിച്ചാൽ ഈ വെളിപ്പെട്ട് കിട്ടിയ ആർക്കും അറിയത്തില്ല എങ്ങനെ ഇത് വെളിപ്പെട്ടത്. ഒറ്റ മറുപടി ഉള്ളൂ, അത് ദൈവത്തിന്റെ ആത്മാവാ വെളിപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവ് നിങ്ങളെ തൊട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അകത്തുണ്ടാക്കിയ മാറ്റത്തിന് നന്ദി പറയുന്നു. ചിലർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് നിങ്ങളോട് ഇടപെടുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് തലമുറകളെ ബന്ധിച്ച് ഒതുക്കി വച്ചിരിക്കുന്ന കെട്ടുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പൊട്ടിച്ചു കളഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റങ്ങളെ തടയുന്ന മണ്ഡലങ്ങൾ കർത്താവ് ഇന്ന് പകൽ അഴിച്ചു കളഞ്ഞിരിക്കുകയാണ്. ചിലരുടെ കുടുംബങ്ങൾക്കകത്തേക്ക് ഇറങ്ങി ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ച വിഷയങ്ങൾക്കകത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി പാഞ്ഞ് ഇറങ്ങുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവേ, കുടുംബങ്ങൾക്കകത്തേക്ക്, വ്യക്തികൾക്കകത്തേക്ക് ദൈവത്തിൻ്റെ ജീവിപ്പിക്കുന്ന ശക്തി ഇപ്പോൾ വ്യാപരിച്ചിറങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ തലമുടി നാരുകൾക്കിടയിലൂടെ ശരീരത്തിൻ്റെ ത്വക്കിൻ്റെ പുറത്തുകൂടി ഉറുമ്പ് നടക്കുന്നത് പോലെ, രക്തത്തിനകത്തുകൂടി തൊലിക്കകത്തുകൂടി എന്തോ ഇഴകി നടക്കുന്നത് പോലെ പ്രയാസം അനുഭവിക്കുന്ന ചിലരെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം അതിൽ ഏറ്റവും സന്തോഷിച്ചുകൊണ്ട് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഹേതുവായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ആഴ്ച കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ ദൈവം നമ്മെ അവിടെവിടങ്ങളായി പരിപാലിക്കട്ടെ. God bless you all. Amen. Thank you.